ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ മൾട്ടിവേരിയബിൾ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതിൻ്റെ ലെവൽ കേഴ്സും ലെവൽ സർഫേസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇവിടെ മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാം. എളുപ്പത്തിന് വേണ്ടി നമ്മളെപ്പോഴും R2 ആറിലേക്കോ R3 ആറിലേക്കോ ഉള്ളൊരു ഫംഗ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ഓഫ് മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ ആണല്ലേ. അപ്പോൾ അതിൻ്റെ കാൽക്കുലസ് പാർട്ടിൽ നമുക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. മറ്റേ ടൈം എക്സിൻ്റെ ഇപ്പോൾ നമ്മൾ R2ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ആണ് R2 ഡൊമൈൻ R2 ആകുമ്പോൾ 2 വേരിയബിൾ ഉണ്ടാവും ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാമെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് കാണാമെന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം അവിടെ 2 വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനത്തെ കേസുകൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇപ്പോൾ XY ആണ്. R2ന്റെ കേസിൽ നമ്മൾ എക്സും വൈ ആണ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സും എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ആണ് നമ്മൾ പറയാം. അപ്പോൾ ഇതൊരു R2 ആണ്. അപ്പോൾ അതിന് ഏത് ഡയറക്ഷനിലും നമുക്ക് ഡെറിവേറ്റീവ് കാണാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഉള്ള കേസുകളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഡയറക്ഷൻ അതിന്ന് എലോങ് നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് നമ്മളെ എക്സ് ആക്സിസ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒറിജിനിലൂടെ പോകുന്ന ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ലൈനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒക്കെ നമുക്ക് പറയാം. അതിന് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയും. പർട്ടിക്കുലർ ലൈനിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ്സ് നമുക്ക് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മളെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, അതാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ഒന്നെങ്കിൽ എക്സ് ആക്സിസോ അല്ലെങ്കിൽ വൈ ആക്സിസോ. അപ്പൊ നമ്മൾ മുന്നേ ഇതിന്റെ നൊട്ടേഷൻ പഠിച്ച പോലെ തന്നെ ഡോ എഫ് ബൈ ഡോ സെഡ് എന്നും ഡോ എഫ് ബൈ ഡോ എക്സ് എന്നും ഡോ എഫ് ബൈ ഡോ വൈ എന്നൊക്കെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കുക. ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് കുഡ് ബി കമ്പ്യൂട്ടർ യൂസിങ് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡയറക്ഷനിലും നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാം. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്താ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓരോ ഡയറക്ഷനിലുള്ള അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് R2 ആയിട്ട് നമ്മൾ റിയൽ ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ആകെ ഒരു ഡയറക്ഷനിൽ മാത്രമേ, റിയൽ ലൈനിന്റെ ഡയറക്ഷനിൽ മാത്രമായിരുന്നു നമുക്ക് എന്ത് കണ്ടിരുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് മൾട്ടി വാരിയബിൾ ആണ് അല്ലെ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മളൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഡയറക്ഷൻ കൊടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ ആ ഡിഗ്രി മൊത്തം എടുത്തു കഴിഞ്ഞാൽ ആ ഡിഗ്രിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡയറക്ഷൻ കാണാം. അപ്പോ നമ്മൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പ്രിൻസിപ്പൽ ഡയറക്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ആ റേറ്റ് ഓഫ് ചേഞ്ച് അലോങ് ദോസ് പ്രിൻസിപ്പൽ ഡയറക്ഷന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഇതിന്റെ ഒരു തിയററ്റിക്കൽ മീനിങ് അല്ല, ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡെഫിനേഷൻ മാത്രം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊന്നും നിങ്ങൾ ആരും അത്ര പേടിക്കൊന്നും വേണ്ട. എന്താ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ എഫ് ഓഫ് എക്സ് വൈ, എഫ് എന്ന് പറയുന്നത് എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വൈനെ കോൺസ്റ്റന്റ് ആയി ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിൽ എളുപ്പമായിട്ടായിരിക്കും നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനീഷൻ എന്താ നോക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് സെറ്റ്. അപ്പോൾ സെറ്റ് എഫ് ഓഫ് എക്സ് വൈ, അപ്പോൾ സെറ്റ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ അല്ലെ. എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്ന റിയൽ നമ്പറിലെ എലമെന്റ് ആണ്. ഓക്കെ, സെറ്റ് ഓക്കെ റിയൽ നമ്പർ ആയിരിക്കും സെറ്റിന്റെ എന്ത് വരിക, റേഞ്ച് വരിക. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ വൺ വേരിയബിൾ ഫംഗ്ഷന്റെ ഡി വൈ ബൈ വൈ ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ ഒറ്റ ഡയറക്ഷൻ, അതാണ് അവിടെ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, വൺ വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരു വേരിയബിളിന്റെ ഡയറക്ഷനിൽ മാത്രം എന്ത് കണ്ടാൽ മതി, നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ ടു വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് രണ്ട് വേരിയബിളിന്റെ ഡയറക്ഷൻ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ
വൺ വാരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ നമുക്ക് എന്തായിരുന്നു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എന്താ ആ ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു വരിക ഫംഗ്ഷന്റെ ചേഞ്ച് അല്ലെ ഡിഫറൻസ് ഇപ്പം നമ്മുടെ ഫംഗ്ഷന്റെ വാരിയബിൾ ഡെൽറ്റ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് നമ്മൾ വിത്ത് റെസ്പെക്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ആ ചേഞ്ച് കൊണ്ട് അതാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് 0ലേക്ക് പോകുമ്പോൾ ഈ ലിമിറ്റിംഗ് വാല്യൂ ആയിരിക്കും നമ്മളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം ഇതേപോലെ തന്നെ ഇതിൽ സിമിലർ അപ്പൊ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന രണ്ട് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ വാരിയബിൾ അങ്ങനത്തെ ഫംഗ്ഷനുകളിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സെഡ് ആണ് നമ്മുടെ ഫംഗ്ഷൻ സെഡ് ഈസ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ ആണ് അല്ല. അപ്പോൾ നമ്മൾ സെഡിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അതെന്താ ലിമിറ്റ് ഡെൽറ്റ അപ്പൊ വിത്ത് റെസ്പെക്ട് എക്സ് ആണല്ലോ. അപ്പൊ നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എന്താ ചെയ്തിരുന്നത് ലിമിറ്റ് കാണായിരുന്നു അല്ലെ. ആ ചേഞ്ച് 0ലേക്ക് ആകുമ്പോൾ ലിമിറ്റ് കാണായിരുന്നു ഇവിടെ ചെയ്തത്. അതിന്റെ ഫ്രാക്ഷനിൽ മുകളിൽ ഫംഗ്ഷന്റെ ആ ഡിഫറൻസ് വരെയായിരുന്നു. ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഫംഗ്ഷന്റെ ഡിഫറൻസ് കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യും അറ്റ് എ ടൈം എക്സില് ഡിഫറൻസ് നോക്കി വൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വൈനെ അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് എക്സ് വാരിയബിളിനെ മാത്രം ഡെൽറ്റ എക്സ് കൊണ്ട് നമ്മൾ വാരി ചെയ്തിട്ട് ഡെൽറ്റ എക്സ് കൊണ്ട് ആ റേറ്റ് അതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള മാത്രം റേറ്റ് ഓഫ് ചേഞ്ച് കാണുമ്പോൾ ഒന്നുമില്ല വൈനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുള്ളൂ. സിമിലർലി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ട്രീറ്റ് ചെയ്തിട്ട് വൈയിൽ ഡെൽറ്റ വൈ എന്നൊരു ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ട് ആ ഫംഗ്ഷനിൽ അപ്പം ഉണ്ടാവുന്ന ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ലിമിറ്റ് നമ്മൾ ഡെൽറ്റ 0ലേക്ക് ലിമിറ്റ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. വൈയിൽ മാത്രമേ ചേഞ്ച് നടത്തുള്ളൂ. അവിടെ എക്സിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത് വൈ ആയിരിക്കും കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എൻ്റെ യൂഷ്വൽ നമ്മൾ വൺ വേരിയബിൾ ഫംഗ്ഷൻ എങ്ങനെയാണോ ഡെറിവേറ്റീവ് കണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വിത്ത് റെസ്പെക്ട് എന്താണോ ചെയ്യേണ്ടത് ഏത് വേരിയബിൾ ആണോ അങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് അതായിരിക്കും അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിൾ എന്ന് പറഞ്ഞത്. അതിന്റെ റെപ്രസെന്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഡെൽറ്റ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് സെറ്റ് എക്സ് എഫ് എക്സ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ റെപ്രസെന്റേഷൻ വിത്ത് വൈ ആണെങ്കിൽ ഡോ സെറ്റ് ബൈ ഡോ വൈ ചെയ്യാം. ഡോ എഫ് ബൈ ഡോ നിങ്ങൾക്കറിയാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത അതേ റെപ്രസെന്റേഷൻ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മളുടെ പ്രൊഡക്റ്റ് റൂള് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുന്നേ പഠിച്ച പോലെ തന്നെയായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. ഇനിയിപ്പം ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ ആണ്. ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ്. എക്സിനെയും വൈനെയും നമ്മുടെ ഫംഗ്ഷൻ സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3x³ പ്ലസ് 4xy² മൈനസ് 2x പ്ലസ് 4y മൈനസ് 5 അതാണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളോട് സെഡ് എക്സും സെഡ് വൈയും അല്ലെ സെഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സും വൈയും ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എക്സിനെ വെച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല. വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ വൈന് ഒരു മുന്നേ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. നമുക്ക് എളുപ്പമായിരിക്കും. ഡിസ്കസ് പോലും ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. ഞാൻ പറയാം വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇവിടെ വൈകളൊക്കെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്നു. 3x³ അപ്പൊ 9x² ആവും. വൈ അവിടെ തന്നെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ വൈ ഇവിടെ 4y എന്നുള്ള വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോൾ ഇത് 0 ആയി പോകും അല്ലെ. ഇവിടെ 2 ആവും 5 ഇത് രണ്ടും 0 ആയി പോകും അല്ലെ. ഇവിടെ 4y മൈനസ് 5 എന്തായി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഈ എക്സ് ഉള്ള ടൈം കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഡോ സെറ്റ് ബൈ ഡോ വൈ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നു. മുന്നേ പഠിച്ച സാധനങ്ങൾ തന്നെ. ഇനിയുള്ളത് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇഫ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പവർ 4 സൈൻ എക്സ് വൈ ക്യൂബ്. ഈ ഒരു ഫംഗ്ഷന്റെ സെറ്റ് എക്സും സെറ്റ് വൈയും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ
സെറ്റ് എക്സ് കാണുന്നു, ഒന്നുമില്ല. സെറ്റ് എക്സ് കാണുമ്പോൾ വൈനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വൈനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പവർ സൈൻ എക്സ് വൈ ക്യൂബ്. ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പൊ നമുക്ക് വേണം ഇവിടെയും എക്സ്, ഈ രണ്ട് ഫംഗ്ഷൻ ആക്കി എടുക്കുക. F1 യുവും വിയും, എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു. അപ്പം ആദ്യം സൈൻ എക്സ് വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സ് റേസ് 4 പുറത്തേക്ക് എടുക്കുക, പ്ലസ് പിന്നെ സൈൻ എക്സ് വൈ ക്യൂബിനെ പുറത്തേക്ക് എടുത്തിട്ട് എക്സ് പവർ 4 ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് ഡിഫറൻസിയേഷൻ അറിയാം. എക്സ് പവർ 4 ഇവിടെ പുറത്തുണ്ട്. സൈൻ എക്സ് വൈ ക്യൂബിൽ കോസ് എക്സ് വൈ ക്യൂബ് ആണ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുന്നുണ്ട്. എക്സ് വൈ ക്യൂബിൽ എക്സ് ക്യാൻസൽ ആയിട്ട് വൈ ക്യൂബ് പ്ലസ് സൈൻ ഇതിനെ 4x ക്യൂബ് അല്ലേ. അതേപോലെ വിത്ത് റെസ്പെക്ട് നമ്മൾ വൈ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സിനെ കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായി, ഈ എക്സിന്റെ ഫംഗ്ഷൻ ഒക്കെ കോൺസ്റ്റന്റ്, എക്സ് റേസ് പവർ 4 എക്സ് പവർ 4 ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് പുറത്തേക്ക് എടുത്ത് സൈൻ എക്സ് വൈ ക്യൂബിനെ മാത്രം ചെയ്താൽ മതി. അപ്പൊ അതിനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3y² പുറത്തേക്ക് വരാണ്ട് അല്ലെ. ഈ എക്സ് പവർ 3y² എക്സ് പുറത്തേക്ക് വരാണ്ട് എക്സ് പവർ 4 പുറത്തുണ്ട്. സൈനെ ചെയ്യുമ്പോൾ കോസ് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ, നേരത്തെ മുന്നേ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അല്ലെ. നമ്മൾ മുന്നേ ഇതിന്റെ കേസിലൊക്കെ നമ്മൾ ചെയ്തല്ലേ, കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്താണ്, അതേപോലെ തന്നെയാണ്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ നോർമലി എടുത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അപ്പോൾ അടുത്ത പ്രോബ്ലം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ഉണ്ട്. എഫ് എക്സും എഫ് വൈയും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണുമ്പോൾ ആദ്യം എന്ത് വേണം, വിത്ത് റെസ്പെക്ട് എക്സ് ആണ് അല്ലെ. അപ്പൊ യുവും വിയും രണ്ട് ഫംഗ്ഷനിൽ എക്സ് ഉണ്ട്, രണ്ട് നമുക്ക് ഫംഗ്ഷൻ ആക്കി ട്രീറ്റ് ചെയ്യാം. അതിൽ എക്സിന് ആദ്യം ചെയ്യുക, പിന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ പ്ലസ് പിന്നെ എക്സ് അവിടെ നിർത്തിയിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈന് ചെയ്യാം. നമുക്ക് അറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു, എക്സ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ ആ ഇക്വേഷൻ അവിടെ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ആണ്, വൈ കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് ഡോ ബൈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ വരും. ഞാൻ ഇതിന്റെ ഒരു ആൽജിബ്രിക് ഓപ്പറേഷനിലോട്ടൊന്നും കടന്നു പോകുന്നില്ല. നമ്മൾ സിമ്പിൾ +2 മാത്തമാറ്റിക്സ് ട്രിഗ്നോമെട്രിക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡിഫറൻഷിയേഷനും അതിന്റെ ഇക്വേഷനും ഒക്കെയാണ്, അതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് parallel make our own resistance. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലേ, പാരലൽ എന്തൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതുപോലെ നമ്മുടെ ഫംഗ്ഷൻ 1/r = നമ്മൾ റെസിസ്റ്റൻസ് ആണ് നമുക്ക് അറിയാം. പാരലായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, അതിന്റെ ഇക്വേഷൻ ആണ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ളതായിരുന്നു. അതായത് 1/r = 1/r1 + 1/r2 + 1/r3. ഈ ഒരു ഫംഗ്ഷന്റെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡോ ആർ ബൈ ഡോ r2. അതായത് നമ്മുടെ r എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു r2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡോ ആർ ബൈ ഡോ r2 ആണ് കാണേണ്ടത്. നമുക്ക് പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ മാത്രമാണ് 1/r, r-ഉം r1ഉം r2 r3 ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതിന്റെ ഒരു റിസൾട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഫിസിക്കലി നമ്മൾ കണ്ടെത്തിയ റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡോ ആർ ബൈ ഡോ r2. ഓക്കെ, നമ്മൾ ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് r2 അല്ലെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് r വിത്ത് റെസ്പെക്ട് r2 എന്നൊക്കെ പറയുന്നതിന് ഫിസിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷനും ഒരുപാട് മാനങ്ങളും ഒരുപാട് അർത്ഥങ്ങളുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ചെയ്യാനുള്ള സാധനം കണ്ടെത്താൻ മാത്രമേ ഒരു ആസ് എ മാത്തമാറ്റിക്സ് നമുക്ക് ചെയ്യേണ്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ഫിസിക്കൽ സൈഡിൽ നമ്മൾ പോകണമെങ്കിൽ മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഒരു ഇലക്ട്രോണിക്സിലൊക്കെ മാത്തമാറ്റിക്സ് എങ്ങനെ വർക്ക് ആവുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ പറയുന്നതിന് അറ്റ് എ ടൈം അതിന്റെ ചേഞ്ച് ഒക്കെ ഒരുപാട് ഫിസിക്കലി നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ, മാത്തമാറ്റിക്സ് ആണ് അവിടെയൊക്കെ വരുന്നത്. അപ്പൊ ഒന്നുമില്ല, നമ്മളപ്പോ അവിടെ കാണേണ്ടത് ഡോ ആർ ബൈ ഡോ r2 ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ആറിന്റെ ഒരു എക്സ്പ്രഷൻ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ റീഅറേഞ്ച്മെന്റ് നടത്തി r കാണാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എക്സ്പ്രഷനെ വെച്ചിട്ടൊന്ന് അതിൽ തന്നെ ഡോ ആർ ബൈ ഡോ r2 കൊണ്ടുവരാൻ കഴിയും നോക്കാം. നമുക്ക് ഡോ ആർ ബൈ ഡോ r2 കാണേണ്ട r1 30ഉം r2 45ഉം r3 90 ഓം ആകുമ്പോഴുള്ള ഡോ ആർ ബൈ ഡോ r2 ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഡോ ആർ ബൈ ഡോ r2 ഒരു എക്സ്പ്രഷൻ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. r1ഉം r2ഉം അതുകൊണ്ടായിരിക്കില്ല പ്രോബ്ലത്തിൽ r1ഉം r2ഉം r3 എടുത്തുന്നത്. എന്നിട്ട് ഈ ഡോ ആർ
ഡോ R1 by R2 ഈ വാല്യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും R2 ഉണ്ട് വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ. അപ്പം ഡോ ബൈ ഡോ R2 ഓഫ് 1/r രണ്ട് സൈഡിലും ചെയ്തു. ഇനി ശ്രദ്ധിക്കാം, ഈ 1/r എന്നുള്ള ഫംഗ്ഷൻ R1നും R2നും R3നും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ആ ആറിന് 1/r ഞാൻ വിത്ത് റെസ്പെക്ട് ടു R2 മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മളെ മുന്നത്തെ റൂൾ വെച്ച് ചെയിൻ റൂൾ ഉപയോഗിച്ച് എന്ത് പറയും, ആദ്യം 1/r വിത്ത് റെസ്പെക്ട് ടു R1 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ -1/r2 വരും. എന്നിട്ട് നമുക്ക് നമ്മൾ ആറിന് എന്ത് ചെയ്യുന്ന, ആറിന് വിത്ത് റെസ്പെക്ട് ടു R2 ഡോ R ബൈ ഡോ R2 ഈക്വൽ ടു ഇവിടെ ഡോ R2 1/r1. എന്താ ഈ R എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻ ആണ്. R1 R2 R2 R1 R2 R3 ഒക്കെ നമ്മളെ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 1/r1 1/r3 ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, 0 വരും. അപ്പൊ നമുക്ക് ഈ ഒരു 1/r2 മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. 1/r2 ചെയ്യുമ്പോൾ -1/r2² വരും അല്ലെ. അപ്പൊ ഇവിടുന്ന് ഡോ R ബൈ ഡോ R2 ഇവിടെ ഉണ്ട്, R2 അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് ഡോ R ബൈ ഡോ R2 ഈക്വൽ ടു മൈനസ് ക്യാൻസൽ ആയി പോയിട്ട് R/R2² വരും. നമുക്ക് ഡോ R ബൈ ഡോ R2 എപ്പോഴാണ് ഈ R1 R2 R3 ഒക്കെ ഇത്ര ആകുമ്പോഴാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആ സമയത്ത് 6 കാണുന്ന എന്ത് ചെയ്താൽ മതി, R1 R2 R3 നമ്മളെ പോയിന്റ് പുട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ R1 R2 R3 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/r കിട്ടാൻ പറ്റും. 1/r നമുക്ക് 1/50 ആണ് വരുന്നത്. ഈ 1/50 നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 50 ആയിരിക്കും 6 വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡോ R ബൈ ഡോ R2 നമ്മൾ കാണുന്നു. ഡോ R ബൈ ഡോ R2 നമുക്ക് ഒരു ഫംഗ്ഷൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു, R/R2. R നമ്മൾ 50 കണ്ടിട്ടുണ്ട്, R2 അവിടെ 45 വന്നിട്ട് 1/9. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് മാത്തമാറ്റിക്കൽ സാധനം മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഫിസിക്കൽ സാധനത്തിൽ നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ്, ഒരു ഹയർ ഓർഡർ സാധനമാണ്. അപ്പം 69. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിന്റെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ മിസ്റ്റേക്കാ തോന്നുന്നു. ഈ ഒരു പ്രോബ്ലത്തിന്റെ 69 ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. ഒന്നുമില്ല, നമുക്ക് മാറ്റി പറയേണ്ട ആവശ്യമൊന്നും. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ 2 വേരിയബിൾ വരുമ്പോൾ എന്താ, ഒന്നും ചെയ്യാനില്ല. അവിടെ നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ ഒരു 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ f(x, y, z) ആണെങ്കിൽ എക്സും വൈയും സെറ്റും ആ 3 ഡയറക്ഷനിൽ 3 പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഡയറക്ഷനിൽ നമുക്ക് ഡെറിവേറ്റീവ് പറയാൻ പറ്റും. അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് 3 എണ്ണം ഉണ്ടാവും, Fx-ഉം Fy-യും Fz-ഉം ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞ പോലെ തന്നെ എഫിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ വൈയും സെറ്റും കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് വൈ ആണെങ്കിൽ എക്സും സെറ്റും കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ആണെങ്കിൽ എക്സ് വൈയും കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ ഈ ഒരു പ്രോബ്ലം ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാതാണ് പറഞ്ഞു, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മൾ നേരത്തെ 2 വേരിയബിൾ വെച്ച് 3 വേരിയബിൾ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഹെയറോടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ 2 വേരിയബിൾ 2 വേരിയബിളോ 3 വേരിയബിളോ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ മനസ്സിലാവുക, അവിടെ എത്ര വേരിയബിളിനെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്രയും പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും വേരിയബിൾസിന്റെ പേരിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. If f of xyt is equal to -4e⁻3πt cos 4x sin 6y, കണ്ടോ നമ്മുടെ ഫംഗ്ഷൻ അറ്റ് എ ടൈം xy/t 3 ഫംഗ്ഷനുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് fx-ഉം fy-യും ft-യും ആണ് കാണാൻ പറഞ്ഞത്. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ വരിക, ഡോ ബൈ ഡോ എക്സ് ഓഫ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 0, ഇത് കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യാം. ഈ sin 6y പുറത്തേക്ക് വരും. എന്നിട്ട് cos 4x നമ്മൾ ചെയ്താൽ മതി. cos 4x ചെയ്യുമ്പോൾ sin 4x ഒരു മൈനസ് പുറത്തേക്ക് വരും അല്ലെ. ഈ 4xന്റെ 4ഉം പുറത്തേക്ക് വരും, ഒന്നുമില്ല. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ വരുമ്പോൾ എന്താ, എക്സും സെറ്റിന്റെയും കോൺസ്റ്റന്റ്, ഇതും കോൺസ്റ്റന്റ് ആയി ഇവിടെയും കോൺസ്റ്റന്റ്. sin 6y മാത്രം ചെയ്താൽ മതി. അത് cos 6y വരും, ഒരു 6 പുറത്തേക്ക് വരുന്നു അല്ലെ. സിമിലർലി ഡോ എഫ് ബൈ ഡോ ടി എന്ന് പറയുന്നിടത്ത് എന്ത് വരും, ഡോ ബൈ ഡോ ടി ടി വെച്ച് ചെയ്യുമ്പോൾ ഈ 2 ടേം നമുക്ക് കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യാം. e⁻³ ചെയ്യുമ്പോൾ -3π മാത്രം പുറത്തേക്ക് വരും അല്ലെ. സിമിലർലി തന്നെ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നത് log x + 2y + 3z എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ.
എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? നമ്മുടെ വൈയും സെറ്റിന്റെയും ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലോഗിനെ ചെയ്യുമ്പോൾ 1/x+2y+3z, പിന്നെ എക്സിനെ മാത്രം ചെയ്താൽ മതി അല്ലെ? അവിടെ 1 വന്നു. എഫ് ഐ കാണുമ്പോൾ സിമിലർലി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സും 3z അല്ലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ 2y/2 പുറത്തേക്ക് ഉണ്ടാവും. ലോഗിന്റെ ചെയ്യുമ്പോൾ ഒന്നായിട്ട് 1/x+2y+3z വരും. എന്നിട്ട് ഇതിലത്തെ വൈൻ്റെ ടീമിനെ സെപ്പറേറ്റ് ആയി ചെയ്യാം. എഫ് സെറ്റ് നമ്മൾ സിമിലർലി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ റൂൾസും സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം അപ്പോൾ മോർ ദാൻ 1 വേരിയബിൾ ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ 2 വേരിയബിൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 3 വേരിയബിളിനെ പറയാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നുമില്ല. അറ്റ് എ ടൈം നമ്മൾ 2 കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്ന അവിടെ 1 കോൺസ്റ്റന്റ് ആക്കി എടുത്ത് മറ്റേ വിത്ത് റെസ്പെക്ട് മറ്റേ വേരിയബിളിനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റർ R1 R2 R3 ohms are കണക്ട് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഫിസിക്സിൽ നമുക്കറിയാം അതിന്റെ ഒരു അതിന്റെ ഇക്വേഷൻ 1/R എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 1/R3 ആയിരുന്നു. നമുക്ക് ∂R/∂R2 ആയിരുന്നു കാണേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ∂R/∂R2 കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് ∂R/∂R2നെ R-ന്റെയും R1 R2 R3ന്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ പറ്റി. അവിടുന്ന് R കണ്ടു R2 കണ്ടു നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം. അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഹയർ ഓർഡർ ആണല്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ ∂R/∂R2 ഡിഗ്രി 1 ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ. ഡെറിവേറ്റീവിന്റെ ഡിഗ്രി ഒക്കെ 1 വെച്ചിട്ട് അപ്പോൾ ∂R/∂R2 അതിൽ ചെയിൻ റൂളും അങ്ങനത്തെ കുറച്ച് ഹയർ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ടോപ്പിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ താങ്ക് യു.